പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിചാരിച്ചാൽ ഇതൊക്കെ നടക്കുമോ? അതിനൊരുപാട് പണം വേണ്ടേ? ഇന്ത്യയെ കൊണ്ട് ഇതൊന്നും ഒരിക്കലും കൂട്ടിയാൽ കൂടില്ല, വെറുതെ നാണക്കേടാവുകയുള്ളൂ. 2014 മുതൽ ഇന്ത്യൻ പ്രതിരോധ മേഖലയെ അടിമുടി മാറ്റാനിറങ്ങിയ നരേന്ദ്രമോദിക്ക് നേരെ സ്വന്തം രാജ്യത്തിനകത്തുനിന്ന് വിമർശകർ ഉയർത്തിയ പുച്ഛത്തിന്റെ വാക്കുകളാണിത്. അന്നവർ ചോദിച്ചു, വിദേശ രാജ്യങ്ങളുടെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്ന ഇന്ത്യക്ക് എന്ത് ആത്മനിർഭർ ഭാരത്, എന്ത് തദ്ദേശീയ പ്രതിരോധം? എന്നാൽ ആ വിമർശകരോട് ഇന്ന് ഒന്നേ ചോദിക്കാനുള്ളൂ, വിമർശകരെ നിങ്ങളൊന്ന് കേട്ടോളൂ. അന്ന് 2014 തുടങ്ങി ഇന്ന് 2026 എത്തി നിൽക്കുമ്പോൾ ഈ 12 വർഷം കൊണ്ട് ഇന്ത്യൻ പ്രതിരോധ മേഖലയിലുണ്ടായ മാറ്റം എന്താണെന്ന് ചരിത്രം ഇന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. അന്ന് പരിഹസിച്ചവരുടെ വാടപ്പിച്ചുകൊണ്ട് ഇന്ത്യ ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? എന്ത് മാറ്റമാണ് ഇവിടെ ഉണ്ടായതെന്നല്ലേ ചോദിച്ചവർക്കുള്ള മറുപടിയാണിത്. വിദേശത്ത് നിന്ന് കോടികൾ മുടക്കി ആയുധങ്ങൾ വാങ്ങി ഓർഡർ ചെയ്ത വർഷങ്ങളോളം കാത്തിരുന്ന ആ ദയനീയാവസ്ഥയ്ക്ക് ഇന്ന് അന്ത്യമായിരിക്കുന്നു. ഇന്ന് ഇന്ത്യ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുന്നവനല്ല, പകരം സ്വന്തം മണ്ണിൽ സ്വന്തം ശാസ്ത്രജ്ഞന്മാരെ വെച്ച് ലോകം ഞെട്ടുന്ന ആയുധങ്ങൾ തീർക്കുന്ന മഹാശക്തിയാണ്. ഇനി എന്ത് സംഭവിക്കും? അടുത്ത ചോദ്യം ഇതാണ്. ഇനി ആകാശത്ത് ഇന്ത്യയുടെ അനുവാദമില്ലാതെ ഒന്നും നടക്കില്ല. അമേരിക്കയ്ക്ക് പെട്രിയറ്റും റഷ്യയ്ക്ക് S-400ഉം ഇസ്രായേലിന് അയൺ ഡോമും ഉള്ളതുപോലെ ഇതാ ഇന്ത്യയുടെ സ്വന്തം വ്യോമ പ്രതിരോധത്തിന്റെ സുദർശന ചക്ര യാഥാർത്ഥ്യമാവുകയാണ്. കഴിഞ്ഞ ദിവസം DRDO വിജയകരമായി പരീക്ഷിച്ച കുഷായം വെറുമൊരു തുടക്കം മാത്രമാണ്. 150 കിലോമീറ്റർ അകലെയുള്ള ശത്രുവിന്റെ ഡ്രോണുകളെയും ജെറ്റുകളെയും ചാരമാക്കിയ പരീക്ഷണ വിളംബരം ചെയ്യുന്നത് ഒരേയൊരു കാര്യമാണ്: ഇറക്കുമതിയുടെ കുത്തകയായിരുന്ന ഇന്ത്യ ഇന്ന് സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കുന്നു. 2028 ഈ മഹാസംവിധാനം പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുമ്പോൾ ഈ രാജ്യത്തിന്റെ ആകാശ സുരക്ഷ ലോകം അത്ഭുതത്തോടെ നോക്കി നിൽക്കും. മോദിയുടെ ദീർഘവീക്ഷണവും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ തീരുമാനങ്ങളും ചേർന്ന് തീർത്ത ഈ ചരിത്ര വിജയം ഇന്ത്യയുടെ ശത്രുക്കൾക്കുള്ള മറുപടിയാണ്, വിമർശകർക്കുള്ള ഏറ്റവും ശക്തമായ അടിയും. അപ്പോൾ മാറ്റങ്ങൾ എന്താണല്ലേ നമുക്ക് നോക്കാം. 2014 തുടങ്ങി ഇന്ന് 2026 എത്തി നിൽക്കുമ്പോൾ ഇന്ത്യൻ പ്രതിരോധ മേഖല കൈവരിച്ചിരിക്കുന്ന ഈ പടുകൂറ്റൻ കുതിച്ചുചാട്ടം ലോകം മുഴുവൻ ഇപ്പോൾ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. എന്താണ് ഈ പദ്ധതി? ഇതെങ്ങനെയാണ് രാജ്യത്തിന്റെ സുരക്ഷയെ മാറ്റാൻ പോകുന്നത്? റഷ്യയുടെ S-400നെ പോലും വെല്ലുന്ന ഈ തദ്ദേശീയ കരുത്തിന് പിന്നിലെ രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, റഷ്യയുടെ S-400ന് പകരമായി ഇന്ത്യ നിർമ്മിക്കുന്ന ലോകോത്തര വ്യോമ പ്രതിരോധ സംവിധാനമാണ് പ്രൊജക്ട് കുഷ. DRDO ഇതിന്റെ പണികളുമായി മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ ദിവസം ഇതിലെ നിർണായകമായ ഒരു പരീക്ഷണം വിജയകരമായി ഇന്ത്യ പൂർത്തിയാക്കി കഴിഞ്ഞു. അതെ, പ്രൊജക്ട് കുഷയുടെ ആദ്യ പടിയായ കുഷ M1 മിസൈൽ പരീക്ഷണം പൂർണ്ണ വിജയമാണ്. കൃത്യമായി 150 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തെ, അതായത് ശത്രുവിന്റെ ഡ്രോണുകളെയും ക്രൂയിസ് മിസൈലുകളെയും ജെറ്റുകളെയും ഈ മിസൈൽ ആകാശത്ത് വെച്ച് തന്നെ തകർത്ത് തരിപ്പണമാക്കും. എന്നാൽ ഈ പ്രൊജക്ട് ഇവിടെയും കൊണ്ടും തീരുന്നില്ല. 3 വ്യത്യസ്ത ദൂരപരിധികളുള്ള മിസൈലുകളാണ് ഈ പദ്ധതിക്ക് കീഴിൽ വരുന്നത്. ഒന്ന് കുഷ M1 150 കിലോമീറ്റർ ദൂരപരിധി, ഇപ്പോൾ വിജയകരമായി പരീക്ഷിച്ചു കഴിഞ്ഞു. 2 കുഷ M2 250 കിലോമീറ്റർ ദൂരപരിധി, ഡ്രോണുകൾ മുതൽ ശത്രുവിന്റെ യുദ്ധവിമാനങ്ങളെ വരെ വായുവിൽ വെച്ച് കരിച്ചു കളയാൻ ഇതിനാകും. ഈ മിസൈൽ 2026 ഡിസംബറിന് മുമ്പ് പരീക്ഷിക്കപ്പെടും. കുഷ M3 400 കിലോമീറ്റർ ദൂരപരിധി, ശത്രുവിന്റെ ആകാശക്കോട്ടകളായ അവാക്സ് യുദ്ധവിമാനങ്ങളെയും ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങളെയും വരെ വേട്ടയാടാൻ ഇതിനാകും. 2027 ഇത് പൂർത്തിയാകും. ഈ 3 മിസൈലുകളെയും അത്യാധുനിക റഡാറുകളെയും ഇലക്ട്രോണിക് സംവിധാനങ്ങളെയും എല്ലാം തമ്മിൽ ബന്ധിപ്പിച്ച് ഒരൊറ്റ കവചമാക്കി മാറ്റുന്ന ആ പ്രക്രിയ 2028 പൂർത്തിയാകും. അതെ, അന്ന് ഇന്ത്യയുടെ സ്വന്തം വ്യോമ പ്രതിരോധ സംവിധാനമായ സുദർശന ചക്ര ഔദ്യോഗികമായി യാഥാർത്ഥ്യമാകും. ലോകത്തിലെ ഓരോ വലിയ രാജ്യത്തിനും അവരുടേതായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. അമേരിക്കയ്ക്ക് താഡും റഷ്യയ്ക്ക് S-400ഉം ഉണ്ട്, ഇസ്രായേലിന് അയൺ ഡോം ഉണ്ട്, ചൈനയ്ക്ക് HQ-9ഉം ഉണ്ട്. ഇതുവരെ ഇന്ത്യയുടെ കൈവശം ആകാശത്ത് 80 കിലോമീറ്റർ ദൂരപരിധിയുള്ള ആകാശ് മിസൈൽ സംവിധാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആധുനിക യുദ്ധമുഖങ്ങളിൽ ഇത് തികയാതെ വന്നതുകൊണ്ടാണ് റഷ്യയുടെ S-400നെ ഇന്ത്യ ആശ്രയിച്ചത്. പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സമയത്തും പാക് ആകാശ ഭീഷണികളെ പ്രതിരോധിക്കാൻ S-400 വലിയ രീതിയിൽ ഇന്ത്യയെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെയാണ് ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുമ്പോഴുള്ള പ്രധാന പ്രശ്നം 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ത്യക്ക് ആവശ്യമുള്ള സമയത്ത് അത് കൃത്യമായി കിട്ടില്ല. 2, ഇതിന് കൊടുക്കേണ്ടി വരുന്ന വിലയോ തീ വിലയാണ്. റഷ്യയിൽ നിന്നും 5 S-400 കിട്ടാൻ ഇന്ത്യ 2018 ഓർഡർ കൊടുത്തതാണ്. എന്നാൽ 2026 ആയിട്ടും 4 എണ്ണമാണ് കിട്ടിയത്. 5ാമത്തെ എണ്ണ ഈ വർഷം അവസാനം കിട്ടും. ഈ 5 S-400ന് നൽകിയ വില
ഏകദേശം 25,000 കോടി രൂപ. ഇതിൽ ഉപയോഗിക്കുന്ന ഒരൊറ്റ മിസൈലിന്റെ വില 100 കോടി രൂപ മാത്രമാണ്. എന്നാൽ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ തദ്ദേശീയമായി ഇത് നിർമ്മിക്കുമ്പോൾ എന്താണ് അവസ്ഥ? ഇന്ത്യ സ്വന്തമായി ഉണ്ടാക്കുമ്പോൾ ഒരൊറ്റ മിസൈലിന്റെ നിർമ്മാണ ചെലവ് വെറും 50 കോടി രൂപ മാത്രമായി ചുരുങ്ങുന്നു. പകുതി വിലയ്ക്ക് പൂർണ്ണ ആത്മവിശ്വാസത്തോടെ ആരുടെ മുന്നിലും കൈനീട്ടാതെ ഇന്ത്യക്ക് ഇത് നിർമ്മിക്കാം. മാത്രമല്ല, കാലത്തിനൊത്ത സാങ്കേതിക വിദ്യ പരിഷ്കരിക്കാനും ദൂരപരിധിയും സ്ഫോടനശേഷിയും കൂട്ടാനും എല്ലാം ഇനി ഇന്ത്യക്ക് ആരുടെയും അനുവാദം ചോദിക്കേണ്ടി വരില്ല. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും പിന്നിൽ ഇനി ആകാശത്ത് ഇന്ത്യയുടെ പേരും സുവർണ ലിപികളിൽ എഴുതപ്പെടും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ വ്യക്തമാക്കിയതുപോലെ വ്യോമ പ്രതിരോധത്തിനായി ഇറക്കുമതിയെ ആശ്രയിച്ചിരുന്ന ആ ദയനീയാവസ്ഥയിൽ നിന്ന് സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു മഹാശക്തിയായി ഇന്ത്യ മാറുന്ന ആ ചരിത്ര മുഹൂർത്തത്തിനാണ് 2028 സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. മാത്രമല്ല, സംവിധാനങ്ങൾ ഇങ്ങനെ തുടർച്ചയായി കാലത്തിനൊത്ത് പരിഷ്കരിക്കാനും ഇതിലെ മിസൈലുകളുടെ ദൂരപരിധി കൂട്ടാനും സ്ഫോടനശേഷി വർദ്ധിപ്പിക്കാനും ഇന്ത്യക്ക് ഇനി അനായാസം കഴിയും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്വപ്നമാണ് ഈ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. അപ്പോൾ നോക്കൂ, അമേരിക്കയ്ക്ക് താഡും, റഷ്യയ്ക്ക് S-400ഉം, ഇസ്രായേലിന് അയൺ ഡോമും, ചൈനയ്ക്ക് HQ-9ഉം, ഇങ്ങനെ ലോകത്തിലെ ഓരോ രാജ്യവും അവരവരുടെ ആകാശത്തിന് സ്വന്തമായി തീർത്ത കവചങ്ങളുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇന്ത്യക്ക് ആയിക്കൂടാ? ഇതുവരെ ഇന്ത്യയുടെ കൈവശം ആകെ ഉണ്ടായിരുന്നത് 80 കിലോമീറ്റർ ദൂരപരിധിയുള്ള ആകാശ് എന്ന് പറയുന്ന ഒരു ചെറിയ സംവിധാനം മാത്രമാണ്. അത് ആധുനിക യുദ്ധമുഖങ്ങൾക്ക് തികയാതെ വന്നതുകൊണ്ടാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് കോടികൾ മുടക്കി S-400 വാങ്ങിയത്. എന്നാൽ ആ ആശ്രയത്തിന് ഇനി വിരാമമിടുകയാണ്. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും ഒക്കെ സ്വന്തമായി ഉള്ളതുപോലെ ഇതാ ഇന്ത്യക്കും വരുന്നു ഇന്ത്യയുടെ സ്വന്തം സുദർശന ചക്രയുമായി. ചിന്തിച്ചു നോക്കൂ, നാളെ ഒരു യുദ്ധമുണ്ടായാൽ ആയുധങ്ങൾ നൽകാൻ വിദേശ രാജ്യങ്ങൾ കനിയണം എന്ന് കാത്തു നിൽക്കേണ്ട ഒരു ഗതികേട് ഇനി ഇന്ത്യക്കുണ്ടാകില്ല. പാകിസ്ഥാനോ ചൈനയോ എന്തുമാകട്ടെ, ഇന്ത്യയുടെ അതിർത്തിയിലെ ആകാശത്തൊരു ചെറിയ ചലനമുണ്ടായാൽ പോലും അതിനെ തിരിച്ചറിയാനും സെക്കൻഡുകൾക്കുള്ളിൽ ചാരമാക്കാനും സുദർശന ചക്രയ്ക്ക് സാധിക്കും. DRDO ശാസ്ത്രജ്ഞന്മാരുടെ ഉറക്കമില്ലാത്ത രാത്രികളുടെ ഫലമാണിത്. വിദേശത്ത് നിന്ന് കോടികൾ കൊടുത്തു വാങ്ങുന്ന സാധനത്തേക്കാൾ 10 മടങ്ങ് കൃത്യതയും കരുത്തുമാണ് കുഷ മിസൈലുകൾക്കുള്ളത്. ഈ മിസൈലിന്റെ നിർമ്മാണ ചെലവ് പകുതിയായി കുറയുമ്പോൾ ബാക്കിയാകുന്ന ആയിരക്കണക്കിന് കോടി നമ്മുടെ രാജ്യത്തിന്റെ മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കാനാവുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ത്യയുടെ ഈ അഭിമാനകരമായ നേട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.